ഇംഗ്ലണ്ടിലെ നോർഫക്കിലുള്ള റീനാം ഹാൾ എന്ന കൊട്ടാര സദൃശ്യമായ വീട്ടിലെ ബ്രൗൺ ലേഡി എന്നറിയപ്പെട്ട ആ പ്രേതരൂപം ആരുടേതായിരുന്നു? ആ വീടിന്റെ ഉള്ളിലാകെ മിന്നിമറഞ്ഞ അവളെ പലരും കണ്ടതായി അവകാശപ്പെട്ടു. ലോകത്തെ എക്കാലത്തെയും പ്രേത ഫോട്ടോഗ്രാഫുകളിൽ അവളുടെ ഫോട്ടോ ഇടം പിടിച്ചതങ്ങനെ? ആരായിരുന്നു അവൾ? എന്തായിരുന്നു അവൾക്ക് പറയാനുള്ള കഥ? എല്ലാം അറിയാനായി വരൂ, നമുക്ക് തുടങ്ങാം ബ്രൗൺ ലേഡിയുടെ കഥ വിത്ത് മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1686 ഇംഗ്ലണ്ടിലെ നോർഫക്കിലുള്ള ഹോങ്ടണിൽ റോബർട്ട് വാൾപോളിൻ്റെയും മേരി ബെർവലിൻ്റെ മകളായിട്ടായിരുന്നു ഡൊറോത്തി വാൾപോളിൻ്റെ ജനനം. അച്ഛൻ റോബർട്ട് വാൾപോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗമായിരുന്നു. അവരുടെ സഹോദരൻ സർ റോബർട്ട് വാൾപോൾ ഗ്രേറ്റ് ബ്രിട്ടനിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായി കണക്കാക്കപ്പെടുന്നു. അതിസുന്ദരിയായിരുന്നു ഡൊറോത്തി. തികച്ചും ആഡംബരഭരിതമായിരുന്നു അവളുടെ ജീവിതം. പ്രഭു പദവിയിലുള്ള ചാൾസ് ഡോൺഷൻ്റ് എന്ന യുവാവിനെ ഡൊറോത്തിയെ വളരെ ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഡൊറോത്തിയുടെ പിതാവ് ഈ ബന്ധത്തെ എതിർത്തു. ഇതിനെ തുടർന്ന് ചാൾസ് എലിസബത്ത് പെൽഹാമി എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ 1711 30-ാം വയസ്സിൽ എലിസബത്ത് മരണമടഞ്ഞു. എലിസബത്തിൻ്റെ മരണത്തെ തുടർന്ന് ഡൊറോത്തിയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ചാൾസിൽ വീണ്ടും ഉയർന്നു വന്നു. എന്നാൽ ചാൾസിന് ഇഷ്ടമല്ലാത്ത ഡൊറോത്തി ഈ വിവാഹത്തെ എതിർത്തു. മാത്രമല്ല, ഡൊറോത്തിക്ക് വാൾട്ടൺ പ്രഭു എന്ന മറ്റൊരാളുമായി പ്രണയവുമുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡൊറോത്തി ചാൾസിനെ വിവാഹം കഴിച്ചു. ഡൊറോത്തിയുടെ വിവാഹ ജീവിതം സന്തോഷപൂർണമായിരുന്നില്ല. ചാൾസിന്റെ നിർദ്ദയമായുള്ള സ്വഭാവം ഡൊറോത്തിയെ ആകെ തളർത്തി. ഇതിനിടയിൽ ഡൊറോത്തി വാൾട്ടൺ പ്രഭുവുമായുള്ള പൂർവ്വകാല ബന്ധം അറിയാനിടയായ ചാൾസ് ഡൊറോത്തി ആ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നു എന്ന സംശയത്താൽ ഡൊറോത്തിയെ വീട്ടുതടങ്കലിലാക്കി. സ്വന്തം കുട്ടികളെ പോലും കാണാൻ അവളെ അനുവദിച്ചില്ല. ദുഃഖത്തിന്റെയും തീരാദുരിതത്തിന്റെയും ഒടുവിൽ അവൾ മരണത്തോട് കീഴടങ്ങി. എന്നാൽ അവളുടെ മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഇന്നും അവ്യക്തമാണ്. അവളുടെ മരണം അത് മറ്റൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. 1815 ആ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്ന ജോർജ് നാലാമൻ എന്ന പേരിൽ അറിയപ്പെട്ട റീജന്റ് എന്ന യുവാവ് ഒരിക്കൽ റെയ്നം ഹാൾ സന്ദർശിക്കുകയുണ്ടായി. അന്ന് അവിടെ വെച്ച് അയാൾക്കുണ്ടായ അനുഭവം വളരെ ഭയാനകമായിരുന്നു. ഉറങ്ങാൻ കിടന്ന റീജന്റിന്റെ കട്ടിലിനരികിൽ അഴിഞ്ഞ തലമുടിയും വിളറി വെളുത്ത മുഖവുമുള്ളൊരു സ്ത്രീരൂപത്തെ കാണാനിടയായി. ആ സ്ത്രീരൂപത്തെ കണ്ട് ഭയന്ന അയാൾ നിലവിളിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. ആ ശപിക്കപ്പെട്ട വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീടൊരിക്കലും അയാൾ ആ വീട്ടിലേക്ക് വന്നതേയില്ല. 1836 പ്രസിദ്ധ നോവലിസ്റ്റായ ചാൾസ് ഡിക്കൻസിന്റെ സുഹൃത്തും മിസ്റ്റർ മിഡ്ഷിപ്പ്മാൻ ഈസി എന്ന പ്രസിദ്ധ നോവലിന്റെ രചയിതാവുമായ ഫെഡറിക് മാരിയത്ത് റെയ്നം സന്ദർശിക്കുകയുണ്ടായി. പ്രേതങ്ങളിൽ വിശ്വാസമില്ലാത്ത അയാൾ തന്റെ വിശ്വാസങ്ങൾ തെറ്റല്ല എന്ന് തെളിയിക്കാൻ റെയ്നം ഹാളിൽ താമസിക്കാൻ തയ്യാറായി. ഡൊറോത്തിയുടെ മരണം സംഭവിച്ച അതേ മുറിയിൽ തന്നെ അയാൾ താമസിക്കാൻ തീരുമാനിച്ചു. അയാൾ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങാൻ കിടന്നു. അവിടെ നടക്കാനിരിക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്ന മറ്റു 2 യുവാക്കൾ അദ്ദേഹത്തെ തങ്ങളുടെ മുറിയിലേക്ക് ക്ഷണിക്കാനായി വന്നു. അവർ അയാളെ അവരുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നീണ്ട ഇടനാഴിയിലൂടെ ഒരു രൂപം തന്റെ നേർക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അതൊരു സ്ത്രീരൂപമാണെന്ന് അയാൾ മനസ്സിലാക്കി. കയ്യിൽ ഒരു വിളക്കുമേന്തി അവൾ പതുക്കെ അയാളുടെ അടുത്തേക്ക് നടന്നെടുത്തു. കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ സ്ത്രീയുടെ മുഖം കണ്ട അയാൾ ഞെട്ടിത്തരിച്ചു. ആ രൂപത്തിന് ഡൊറോത്തിയുടെ മുഖഛായയായിരുന്നു. അവൾ അയാളെ നോക്കി പൈശാചികമായി ചിരിച്ചു. ഇതിൽ കുപിതനായ അയാൾ ആ രൂപത്തിനെതിരെ വെടിവെച്ചു. എന്നാൽ വെടിയുണ്ടകൾ അദൃശ്യമായ ആ ശരീരത്തിലൂടെ കടന്നു ഭിത്തിയിൽ പോയി തറച്ചു. തൽക്ഷണം ആ രൂപം കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. 1891 ഫെഡറിക് മാരിയത്തിന്റെ മകൾ ഫ്ലോറൻസ് മാരിയത്താണ് തന്റെ പിതാവിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ലോകത്തോട് തുറന്നു പറഞ്ഞത്. 1849 ബ്രൗൺ ലേഡിയെ കണ്ട അനുഭവത്തെക്കുറിച്ച് റെയ്നം ഹാളിലെ ഹൗസ് പാർട്ടിയിലെ സ്ഥിര അംഗമായിരുന്ന ലൂസിയ സ്റ്റോൺ എന്ന എഴുത്തുകാരി റിഫ്സ് ഇൻ ദി വെയിൽ എന്ന ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ചാൾസ് ഡോൺഷന്റെ ബന്ധുവായ മേജർ ലോഫ്റ്റസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഡിക്കൻസും പാർട്ടി കഴിഞ്ഞ് മുറിയിലേക്ക് മടങ്ങുമ്പോൾ ലാൻഡിങ്ങിൽ ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് കണ്ട് അവർ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അവരെ സ്പർശിക്കാനായി കൈയെടുത്തപ്പോൾ ആ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവിടെ വന്ന പലർക്കും ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായി. ഇതേ തുടർന്ന് അവിടെയുള്ള മിക്ക ജോലിക്കാരും ജോലി ഉപേക്ഷിച്ചു പോയി. നാളുകളേറെ കഴിഞ്ഞിട്ടും
ആ വീടിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഏറിക്കൊണ്ടിരുന്നു. 1936 കൺട്രി ലൈഫ് മാഗസിൻ്റെ ഫോട്ടോഗ്രാഫർമാരായ ക്യാപ്റ്റൻ പ്രൊവാൻറ്റും ഇന്ദ്രശീലയും മാഗസിൻ്റെ ആവശ്യത്തിനായി ഫോട്ടോ എടുക്കാൻ റെയ്നം ഹാൾ സന്ദർശിക്കുകയുണ്ടായി. പ്രൊവൻറ്റ് ഫോട്ടോ എടുക്കുന്നതിൽ മുഴുകി നിന്നപ്പോൾ കൂടെ നിന്ന ഇന്ദ്രശീല കോണിപ്പടികൾ ഇറങ്ങി വരുന്ന ഒരു അവ്യക്ത രൂപത്തെ കാണാനിടയായി. അത് മഞ്ഞുപോലെ വെളുത്തതായിരുന്നു. അത് കണ്ടയുടനെ ഇന്ദ്രശീല പ്രൊവാൻറ്റിനോട് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ദ്രശീലയുടെ തോന്നലാണെന്ന് പറഞ്ഞ് ആദ്യം തള്ളിക്കളഞ്ഞെങ്കിലും പ്രൊവൻറ്റ് ഫോട്ടോ എടുക്കാൻ തയ്യാറായി. എന്നാൽ ഫോട്ടോ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ ഇന്ദ്രശീല പറഞ്ഞത് സത്യമാണെന്ന് അയാൾ മനസ്സിലാക്കി. കോണിപ്പടികൾ ഇറങ്ങി വരുന്ന മഞ്ഞുപോലെ സുതാര്യമായ ഒരു സ്ത്രീരൂപം. 1937 ഈ ഫോട്ടോ പ്രൊവാൻറ്റ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു. ഈ ചിത്രം നാടാകെ ചർച്ചാ വിഷയമായി. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പാരാനോർമൽ ഗവേഷകനും പ്രശസ്ത എഴുത്തുകാരനുമായ ഹാരി പ്രൈസ് ക്യാപ്റ്റൻ പ്രൊവാൻറ്റിനെയും ഇന്ദ്രശീലയെയും അഭിമുഖം നടത്തുകയുണ്ടായി. അവരുടെ അനുഭവം പറഞ്ഞറിഞ്ഞ ഹാരി ആ ഫോട്ടോയുടെ നെഗറ്റീവ് പരിശോധിക്കാൻ തയ്യാറായി. നെഗറ്റീവ് വ്യക്തമായി പരിശോധിച്ച അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ നെഗറ്റീവ് ഒന്നും വ്യാജമല്ല എന്നായിരുന്നു. ആ ഫോട്ടോയിൽ കണ്ടത് ഒരു സ്ത്രീരൂപം തന്നെയാണെന്ന് അയാൾ വെളിപ്പെടുത്തി. ഈ സത്യമാണ് പിൽക്കാലത്ത് അവളെക്കുറിച്ചറിയാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചത്. ഇതിനായിരിക്കുമോ അവൾ അവരുടെ മുന്നിലേക്ക് വന്നത്? നിറവേറാത്ത അവളുടെ സ്വപ്നങ്ങളുടെ കഥ പറയാൻ.